ടി ജി മഹാരാഷ്ട്ര ഇലക്ഷൻ വരാൻ പോവുകയാണ്. അതിന് ഇടയ്ക്ക് കുറേ നിതിൻ ഗഡ്കരിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചില പ്രസ്താവനകൾ വളച്ചൊടിക്കാനുമൊക്കെ ശ്രമം നടത്തിയിരുന്നു. അതായത് നിതിൻ ഗഡ്കരിയെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ, അതായത് ഇതര രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ബന്ധപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അത് ഏകദേശം ശരിയെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ മലയാളത്തിൽ പലയിടത്തും സൈബർ ഇടങ്ങളിൽ ഇടതുപക്ഷത്തു നിന്ന് തന്നെ പലരുടെയും പോസ്റ്റുകളുണ്ടായിരുന്നു. ആ നിതിൻ ഗഡ്കരിയെ ചാടിച്ചിപ്പുറത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്നുള്ള ഒരു ഇത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ആരോപണങ്ങളും അല്ലെങ്കിൽ ഇത് വളച്ചൊടിക്കലും നിതിൻ ഗഡ്കരിയെ ബന്ധപ്പെട്ടുണ്ടാകുന്നത്? നിതിൻ ഗഡ്കരി ചില ബേസിക് പ്രിൻസിപ്പിൾസ് സംസാരിക്കും. ഗഡ്കരി ഒരു പ്യുവർ RSSകാരനാണ്. അദ്ദേഹം പൊളിറ്റിക്സിൽ എത്തിപ്പെട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പൊളിറ്റിക്സിനപ്പുറത്തേക്ക് സഞ്ചരിക്കും. അതിപ്പോഴല്ല, നേരത്തെ മുതലുണ്ട്. സാഹിത്യ സമ്മേളനങ്ങളിൽ മിക്കവാറും ഗഡ്കരി ഉണ്ടാവും. അതിൽ അഭിരുചിയുണ്ട് ഗഡ്കരിക്ക്. അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ സാഹിത്യ സമ്മേളനങ്ങളിലെല്ലാം ഗഡ്കരി മിക്കവാറും ഉണ്ടാകും. പുസ്തക പ്രകാശനം, അനുസ്മരണം, ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഗഡ്കരിയെ വിളിക്കും. ഗഡ്കരി പോവുകയും ചെയ്യും. ഗഡ്കരിക്ക് താല്പര്യമുള്ളൊരു വിഷയമാണ് ഫിലോസഫി, മനുഷ്യജീവിതം. ഗഡ്കരി ബേസിക്കലി ഒരു ഹ്യൂമനിസ്റ്റാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന റൺ ഓഫ് ദ മിൽ പൊളിറ്റീഷ്യനല്ല. അത് ഗഡ്കരി ആരെങ്കിലും ഷാർപ്പായിട്ട് അറ്റാക്ക് ചെയ്യുക, ആ പരിപാടി ഗഡ്കരിക്കില്ല. ഗഡ്കരി എപ്പോഴും ചിരിച്ചുകൊണ്ടേ സംസാരിക്കുകയുള്ളൂ. ഒരിക്കലും പ്രകോപിതനാവില്ല. അദ്ദേഹം ഇവിടെ മധ്യപ്രദേശിൽ അന്ന് ഈ ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ്സിലാണ്. മധ്യപ്രദേശിലെ ഒരു ഉദ്ഘാടന ചടങ്ങ് സ്ഥലം MP ആയിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യയെ ക്ഷണിച്ചില്ല. അതിൽ കത്തിൽ പോലും പേരില്ല. ജ്യോതിരാദിത്യ സിന്ധ്യ ലോക്സഭയിൽ ക്ഷോഭിച്ചു. ഇവർ നമ്മളുടെ മഹാജൻ ഉണ്ടല്ലോ, സ്പീക്കർ സുമിത്ര മഹാജൻ ഗഡ്കരിയോട് പറഞ്ഞു, അത് ചെയ്യരുതായിരുന്നു കേട്ടോ, സ്ഥലത്തെ MP വിളിക്കണ്ടേ. അപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു, അതിന് അദ്ദേഹം, ഗഡ്കരി ആയിരുന്നു ഉദ്ഘാടകൻ, അദ്ദേഹം ഉത്തരവാദിയല്ല. ആ ചടങ്ങ് സംഘടിപ്പിച്ച ആൾക്കാരാണ് ഉത്തരവാദികളല്ല. അത് ഗഡ്കരി ഉത്തരം പറയണമെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അദ്ദേഹത്തെ ക്ഷണിച്ചു, അദ്ദേഹം പോയി. എന്നെ ക്ഷണിച്ചില്ല, ഞാൻ പോയില്ല, അത് മോശമായി പോയി. അത് സംഘാടകരാണ്, ഡിപ്പാർട്ട്മെൻറ്റാണ് നോക്കേണ്ടത്. ഗഡ്കരി എണീറ്റ് പറഞ്ഞു, ആര് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷണക്കത്ത് എൻ്റെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ലോക്സഭാംഗം എന്നുള്ള നിലയ്ക്ക്, അവിടുത്തെ ലോക്സഭാംഗം ജ്യോതിരാദിത്യ ആണെന്ന് എനിക്കറിയാം. അപ്പം ഞാനെങ്കിലും അത് പോയിൻ്റ് ഔട്ട് ചെയ്യണമായിരുന്നു. ഞാനത് ചെയ്തില്ല. ആ കുറ്റം ഞാൻ ചെയ്തു തന്നെയാണ്. ഞാൻ മൊത്തം ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യയോട് ഞാൻ മാപ്പ് പറയുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യ വല്ലാതെ വിഷമത്തിലായി. ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു, നോ, ഞാൻ അങ്ങേ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഞാൻ ഐ എം സോറി, ഞാനിത് ഇവിടെ പറയാനേ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വഷളായി അങ്ങനെ പോയി. അങ്ങനത്തെ ഒരു മാന്യനാണ് ഗഡ്കരി. സാധാരണ ആരും ചെയ്യാത്ത, രാഷ്ട്രീയത്തിൽ ആരും പാലിക്കാത്ത മാന്യതകളും പ്രിൻസിപ്പിൾസും ഗഡ്കരിക്കുണ്ട്.